ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എളുപ്പമല്ലത്രേ. ഇത്തിരി ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെന്ന് കരുതി ടെൻഷനൊന്നും അടിക്കണ്ട. കാരണം സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ധനികൻ ധാരാളം ഭൗതിക സമ്പത്തുള്ള ഒരാളല്ല. മറിച്ച് ഏതെങ്കിലും വസ്തു, വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം എന്നിവയോട് ബന്ധനത്തിൽ കഴിയുന്ന ആളാണ്. എനിക്ക് വ്യക്തിപരമായി പണത്തോട് അങ്ങനെ താല്പര്യമില്ല. കയ്യിലുള്ള പൈസ ആർക്കും എടുത്തു കൊടുക്കാൻ മടിയുമില്ല. അതും പറഞ്ഞ് വീട്ടുകാരൊക്കെ എന്നോട് വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു ധനമുണ്ട്. അതെനിക്കറിയാം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എനിക്ക് തടസ്സം നിൽക്കാൻ പോകുന്നത് ആ ധനമായിരിക്കും. ഇനി ചോദിക്കട്ടെ, നിന്റെ ധനം എന്താണ്? നിന്റെ ബന്ധനം എന്താണ്? നമ്മുടെ സന്തോഷത്തെ ഈ ലോകത്തിലെ ഏതെങ്കിലും സാഹചര്യവുമായി ബന്ധിപ്പിച്ചാൽ അത് ആരോഗ്യമോ ജോലിയോ ആളുകളോ പിടിവാശിയോ വിജയമോ ഞാൻ ഭാവമോ എന്തുമാവട്ടെ, ആ സാഹചര്യം അവസാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും അപ്രത്യക്ഷമാകും. ഇനി നമ്മുടെ സന്തോഷത്തെ ഏതുമായി ബന്ധിപ്പിക്കണമെന്നുകൂടി പറയാം. സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധ്യത്തോട്. താൻ സ്നേഹിക്കപ്പെടുന്നു എന്നുറപ്പുള്ളവൻ സന്തോഷവാനായിരിക്കും. എന്നാൽ അത് സാധിക്കുക ദൈവത്തിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: ഈശോയെ, എൻ്റെ ഹൃദയത്തെ ഈ സ്നേഹത്താൽ നിറയ്ക്കണമേ.